അപ്പോൾ ഇത് ഞാനൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തതിൽ വന്ന കമൻറ്റാണ്. 1 ഇയർ ബേബിക്ക് ആ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ എത്ര മെറ്റീരിയൽ വേണ്ടി വരും, അതിൻ്റെ മെഷർമെൻറ്റാണ് ചോദിച്ചത്. 1 ഇയർ ബേബിക്ക് ആ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ ഒരു മീറ്റർ ഒക്കെ തുണി മതിയായിരിക്കും. ഇനി നെറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മീറ്ററിനനുസരിച്ച് അതേപോലെ തന്നെ ഒരു മീറ്റർ ഇതിന് ലൈനിങ്ങും വേണ്ടി വരും. അതല്ല, ഇനി ലൈനിങ് വെക്കാത്ത മെറ്റീരിയലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ മാത്രം 1 മീറ്റർ വാങ്ങിച്ചാൽ മതിയാവും. അതേപോലെ തന്നെ 1 ഇയറായ ബേബിക്കുള്ള മെഷർമെൻറ്റ് വരികയെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ ഭാഗം ഒരു 10 ഒക്കെ ആയിരിക്കും വരിക. അങ്ങനെയാണ് കാണൽ സാധാരണ അളവ്. ഇനി അതിൽ കൂടുതൽ ബേബി തടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അതിൻ്റെ ഒരു സാധാരണ കുറച്ച് വലിയ ആൾക്കാണെങ്കിൽ ഡബിളാണ് തുണി എടുക്കുക. കുട്ടികളായതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ പൊന്തി നിന്നാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ത്രിബിളായിട്ട് എടുത്തിട്ട് അതിൽ എലാസ്റ്റിക് വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുക. അതായത് എത്രയാണോ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ത്രിബിളായിട്ട്. ഇപ്പോൾ 10 ചെസ്റ്റ് അളവെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 25 ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ 30 എടുത്തിട്ട് ആ തുണിയിൽ എലാസ്റ്റിക് വെച്ചിട്ട് ആണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ വിചാരിച്ച അളവിൽ കിട്ടും. പിന്നെ എലാസ്റ്റിക് വെച്ചിട്ട് വരുന്നതായതുകൊണ്ട് നമ്മൾ ഓവർ ഞൊറിവ് വന്നാലും അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഞാനിപ്പോൾ ഈ ചാനലിൽ അധികം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാത്തത് എനിക്ക് ക്ലാസ്സും കാര്യമൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ്. തിരക്കൊഴിയുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് വീണ്ടും ഇട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ.